ഋഷഭ് ഷെട്ടി, രാജ്ബി ഷെട്ടി, രക്ഷിത് ഷെട്ടി. സാധാരണ നാം ഈ ഷെട്ടികളെയൊക്കെ കാണുന്നത് സിനിമകളിലെ വില്ലന്മാരായിട്ടാണ്. എന്നാൽ ഈ മൂന്ന് ഷെട്ടികളും ഹീറോകളാണ്. ഒരുത്തനും വേണ്ടാതെ കിടക്കുകയായിരുന്ന കന്നഡ സിനിമയുടെ ജാതകം തിരുത്തിയത് ഈ മൂന്ന് പേരാണ്. KGF നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസും ഷെട്ടി ഗാങ്ങിലെ പ്രമുഖനായ ഋഷഭ് ഷെട്ടിയും കൈകോർത്തപ്പോൾ കാന്താര എന്ന മറ്റൊരു പാൻ ഇന്ത്യൻ ഹിറ്റുണ്ടായി. അതിന്റെ തുടർച്ചയായി വന്ന കാന്താര ദി ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രവും മിത്തും ഐതിഹ്യവും ആചാരങ്ങളും കൂടിക്കലർന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മിസ്റ്റിക്കൽ ഭൂമിയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒന്നാം കാന്താര ഉണ്ടായ മണ്ണ് എങ്ങനെ രൂപപ്പെട്ടു എന്ന ഫ്ലാഷ് ബാക്ക് ആണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ബാഗ്രെ എന്ന സമ്പന്ന നാട്ടുരാജ്യത്തിന്റെയും കാന്താര എന്ന കാട്ടുരാജ്യത്തിന്റെയും കഥയാണിത്. കാന്താരയുടെ കാട്ടിലെ സമ്പത്ത് മോഹിച്ച് അവരെ കീഴടക്കാനെത്തിയ ബാഗ്രയിലെ രാജാവ് അജ്ഞാത ശക്തികളാൽ കൊല്ലപ്പെടുന്നു. അതോടെ കാന്താര എന്നത് ബാഗ്രയുടെ മണ്ണിൽ പേടിപ്പെടുത്തുന്ന ഒരു വാക്കായി. ആരും അതിർത്തി കടന്ന് അങ്ങോട്ട് പോകാറില്ല. പക്ഷേ കാന്താരയിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാടുവിട്ട് ബാഗ്രയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. തുടർന്ന് നടക്കുന്ന സംഘർഷഭരിതമായ സംഭവ വികാസങ്ങളാണ് ഈ പടം എന്ന് ചുരുക്കി പറയാം. മിത്തോളജിയും സംസ്കാരവും പവർ പൊളിറ്റിക്സും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട് ഈ ചിത്രം. പരിസ്ഥിതിക്ക് നേരെയുള്ള ആക്രമണങ്ങളും അതിനെ ചെറുക്കാനുള്ള ശ്രമങ്ങളുമാണ് ചിത്രമെന്ന് വിലയിരുത്താം. ഒരു ത്രില്ലും കൊടുക്കാൻ കഴിയാത്ത സ്ക്രിപ്റ്റിലെ പാളിച്ചകൾ പ്രകടമായ ഒന്നാം പകുതി. പക്ഷേ അത് ശരിക്കും ഒരു ട്രെയിലർ മാത്രമായിരുന്നു. രണ്ടാം പകുതിയിലാണ് കാന്താരയാകുന്നത്. ഉറഞ്ഞുതുള്ളി അലറി വിളിച്ച് ഋഷഭ് ഷെട്ടി ഗുളികനാകുമ്പോഴൊക്കെ പ്രേക്ഷകരുടെ അഡ്രിനാലിൻ ഉയരുകയാണ്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും അതേ ടെമ്പോ നിലനിർത്താൻ സംവിധായകന് കഴിയുന്നു. ആളുകൾ നെറ്റ് റിസൾട്ടാണ് നോക്കുന്നത്. ആർത്തു വിളിച്ചാണ് ജനം പടം കണ്ട് കഴിഞ്ഞിറങ്ങുന്നത്. ഈ അടുത്ത കാലത്ത് കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഹൈപ്പ് നേടിയ മറ്റൊരു ചിത്രമുണ്ടാകില്ല. ഋഷഭ് ഷെട്ടി കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിനായി 1000 കണ്ണുകളുമായി കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യൻ സിനിമാ ലോകം തന്നെ. 5 ഭാഷകളിൽ സബ്ടൈറ്റിൽ ചെയ്ത് വേൾഡ് വൈഡ് റിലീസ് ചെയ്ത ഈ ചിത്രം ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവുമെന്നത് ഉറപ്പാണ്.